ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് കുതിർത്തിയ വെള്ളക്കടല ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു തുണിയിൽ ഗ്രാമ്പു, പട്ട, ഏലക്ക, ഒരു ബേ ലീഫ്, കുറച്ച് തേയിലപ്പൊടിയും കൂടെ ചേർത്ത് ഒരു കിഴികെട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു 3-4 വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. അടുത്ത് നമുക്കൊരു ഫ്രൈങ് പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് പോംഗ്രനേറ്റ് സീഡ്, അത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, അതും ജീരകവും കൂടെ ഒന്ന് മൂപ്പിച്ച് വെക്കും. അപ്പോൾ ഞാനിത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി പൊടിച്ച് വെക്കുകയാണ്. ഇതിൻ്റെ 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കടായിൽ എണ്ണ ചൂടായി വരുമ്പോൾ 2 സവോള ചെറുതായി അരിഞ്ഞതും പച്ചമുളക് ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ഇടുക. അതും ഒന്ന് മൂത്ത് വരുമ്പോൾ 2 ടൊമാറ്റോ പേസ്റ്റ് ആക്കിയതും കൂടി ചേർത്ത് നല്ലപോലെ എണ്ണ തെളിയുന്നവരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു പോംഗ്രനേറ്റ് സീഡിൻ്റെ പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് ചോള മസാല വാങ്ങാൻ കിട്ടും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് വേവിച്ച കടലയും ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ കടല വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതുകൂടി ചേർത്തിട്ട് ഒന്നും കൂടി